വെജിറ്റേറിയൻ ഐറ്റമായിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള ചില്ലി ബ്രിഞ്ചാളാണ് ചെയ്യാൻ പോകുന്നത്. ബ്രിഞ്ചാളിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി. നമ്മൾ അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. നല്ല ടൈറ്റായിട്ട്, ഒട്ടും ലൂസാവാതെ, എന്നാൽ മാത്രമാണ് ആ കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. വഴുതനയ്ക്കൊക്കെ ഒരുപാട് കേടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. പുഴുക്കുത്തൊന്നും ഇല്ലാത്ത നോക്കി നല്ല രീതിയിൽ നമ്മളതിനെ ഒട്ടും വെള്ളമില്ലാത്ത വഴുതനങ്ങയിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റാക്കാണ്. എപ്പോഴും നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം വീണ്ടും കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താലാണ് കറക്റ്റ് അതിൻ്റെ ഡ്രൈ ആയിട്ട് തന്നെ അത് ഇരിക്കുകയുള്ളൂ. നമ്മൾ ബാറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ഇട്ട് കൊടുത്താലും അത് ജലാംശം അതിലുണ്ടാവും. ചൂടായിട്ട് വന്നിട്ടുള്ള ഓയിലിലേക്ക് മാത്രം, നല്ല രീതിയിൽ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ് എല്ലാം വിട്ടുപോകും. സ്പ്രെഡ് ചെയ്ത് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ശേഷം മാത്രം തിരിച്ചിടുക. എന്നിട്ട് ഓരോരോ സ്പ്രെഡായിട്ട് നമ്മൾ ഇപ്പോൾ ഒട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഓരോന്നായിട്ട് തന്നെ വിടർത്തിയിടുക. ഇതൊരു 5-6 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഓവറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല, വെജിറ്റബിളാണ്. നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ട് നല്ല ചൂടുള്ള ഓയിലിൽ ഓരോരോ പീസായിട്ട് ഇട്ട് അത് ജസ്റ്റ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം പതുക്കെ അത് ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. 2 മിനിറ്റ് അതിന് ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ കോരി മാറ്റിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് മാറ്റിയാലും മതി. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റാണ്. നമ്മുടെ ബ്രിഞ്ചാൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചില്ലി ബ്രിഞ്ചാൾ ഉണ്ടാക്കാൻ പോകുന്ന അതേ പാൻ തന്നെയാണ് നമ്മൾ ആദ്യം കൊളാണ്ടർ, അതായത് ആ സ്ട്രെയിനർ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴായാലും ഒട്ടും ഓയിൽ അതിൻ്റെ അടിയിലേക്ക് വീണാലും കുഴപ്പമില്ല. നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഓൾറെഡി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചില്ലി ബ്രിഞ്ചാൾ ഉണ്ടാക്കാനുള്ള സോസ് റെഡിയാക്കാണ്. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, 1 പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ക്യാപ്സികവും ഒനിയനും, ഒരു ചെറിയ വലുപ്പത്തിലുള്ള സവാള, 1 ക്യാപ്സികത്തിൻ്റെ പകുതി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്യാപ്സികവും സവാളയും ഇതൊന്ന് വരണ്ട് വരുമ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ അല്പം വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ആ ഒരു ഒട്ടും കരിഞ്ഞു പോവാതിരിക്കാനും. ഇനി നമ്മൾ സോസ് ഒഴിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. 1/2 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ കൂടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം, നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. നമ്മൾ ഓൾറെഡി ബാറ്റർ തയ്യാറാക്കിയപ്പോൾ ഇതിൽ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാവുന്നതാണ്. ഒരല്പം ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് അജിനോമോട്ടോ, വൈറ്റ് പെപ്പർ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിളക്കത്തോടുകൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇത് കിട്ടും. ഒരല്പം വെള്ളം നമ്മൾ സോസുകളൊക്കെ ഒഴിച്ച് കൊടുത്താൽ അല്പം വെള്ളം തളിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഡ്രൈ ആയിട്ടുള്ള ചില്ലി ബ്രിഞ്ചാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാലും ഒരല്പം വെള്ളം തളിച്ച് കൊടുത്താൽ കോട്ടിങ് എല്ലാം, കാരണം ആ മസാലകളെല്ലാം ബ്രിഞ്ചാളിൽ കറക്റ്റായിട്ട് പിടിക്കും. ഇത് ശരിക്കും ഒരു ബോൺലെസ് ചില്ലി ചിക്കൻ കഴിക്കുന്ന ഫീലിംഗ് ആണ് ശരിക്കും ഇതിൽ വരിക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനിലെല്ലാം ടേസ്റ്റ് കൂടിയ നല്ലൊരു കോട്ടിങ്ങോട് കൂടിയ ഐറ്റം തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചൈനീസ് ബാറ്റർ തന്നെയാണ് നമ്മൾ ഈ സംഭവം ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ചൈനീസ് ടേസ്റ്റ് തന്നെ ഈ ഒരു ഇതിന് ഫുള്ള് ഉണ്ടാകും. സോസുകളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. വെജിറ്റേറിയൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കൊരു ബോൺലെസ് ചിക്കൻ കഴിക്കുന്ന ഫീലിങ്ങോടുകൂടി തന്നെയാണ് നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ടേസ്റ്റാണ്, നല്ല അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണത്. സോസിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ഫിനിഷിങ്ങോടുകൂടി നല്ല ഉപ്പും ഇതെല്ലാം ഉള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.